പ്രദീപ് വന്നിട്ടുണ്ട്. ആ നമ്മള് കണ്ടിട്ടില്ല അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യട്ടെ കല്യാണത്തിന്റെ സമയത്തൊട്ട് ഒരു ഓർമ്മയില്ല. കല്യാണം കഴിച്ചിട്ട് ആ പോയത്. അന്ന് നല്ല മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ തടിയൊക്കെ കൂടി. അപ്പൊ എന്താ ഇത് ഇങ്ങനെ തടിക്കണ വല്ല അസുഖമുണ്ടാ? അല്ല ഷുഗറാ പ്രഷർ അപ്പൊ അതൊക്കെയാണല്ലോ ആൾക്കാർക്ക്. പിസിയോടിയുടെ പ്രശ്നമുണ്ട്. അതെയാ ശരി. ഞാൻ ചായ എടുക്കാം. അല്ല നിക്ക് ചായ എടുക്കണ ചായ ഒന്നും വേണമെന്നില്ല ഇനിയിപ്പോ ഞാൻ പോവുകയാണ ചായ കൊടുക്കണ്ട. ഞാൻ ഇച്ചിരി കട്ടൻ ചായ എടുക്കാം. അതെ പിന്നെ അങ്ങനെ ആവട്ടെ. ഉള്ളൂട്ടടാ. ആഹാ ഓക്കെ. പാലൊന്നുമില്ല. ഈ കട്ടൻ കുടിക്കൂലേ? കട്ടൻ എന്താ ഞാനെന്താ കുടിക്കാത്തത്? കട്ടനും കുടിക്കും, പാൽച്ചായയും കുടിക്കും, ഒക്കെ കുടിക്കും. ഗൾഫിലൊക്കെ പോയി ഒന്ന് വെച്ചുമ്പോ പിന്നെ ഗൾഫ് പോണവരൊക്കെ കട്ടൻ മറന്നിട്ടുണ്ട് പോവല്ലേ. കട്ടൻ എന്താ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മളൊരുപാട് നടന്നിട്ടുള്ള. പിന്നെ കട്ടൻ ചായ കുടിക്കല് അത് കട്ടൻ ചായ കുടിച്ചാലേ ചിലപ്പോ ഒരു ഉന്മേഷം വരുള്ളൂ. ഈ തന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു പോക്കുണ്ടാ ചായ കുടിക്കാൻ. അതന്നെ അതിനും വേണ്ടിട്ട് പോവും. ആ കടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കടി ഞാൻ എന്റെ കൈയിന്റെ വിരല് കടിച്ചോളാം പോരെ. ഇപ്പോഴും മാറിയിട്ടില്ല. പറയാറുണ്ട്. ആ കടിയില്ലാണ്ട ഞങ്ങളൊക്കെ എത്ര ചായ കുടിച്ചിരിക്കുന്നത്. അതൊന്നും ഒരു കുഴപ്പമുള്ളതല്ലാതെ. പിന്നെ എന്നെ വിളിച്ചത് എന്താ വെച്ചാല് ഈ പറഞ്ഞോ എന്താണ് അനക്കെന്താ പറയാനുള്ളത്? എന്താണ് വിഷയം? എന്താ വിദ്യ എന്നല്ലേ പറഞ്ഞ പേര്? എന്താ കാര്യം? എന്താ മരുന്ന് കഴിഞ്ഞാ പറയണ്ടേ? അവള് അമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ മരുന്ന് വാങ്ങിക്കൊണ്ടിരാനാ? നിങ്ങളാർക്കെങ്കിലും പോയിട്ട് വാങ്ങിക്കൊടുന്നാ പോരെ? അമ്മയുടെ കയ്യില് കുറച്ച് കാശിന്റെ പ്രശ്നമാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയണത്. എന്നാ അത് ഇങ്ങോട്ട് തുറന്ന് പറഞ്ഞൂടെ? കടമായിട്ട് തന്നാ മതി. കട അവിടെ നിക്കട്ടെ. എന്റെ മരുന്നിന്റെ കാര്യല്ലേ? നിങ്ങൾ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അത് പറയണ്ടേ? അത് ശരി. അതല്ല, ഞാൻ അവിടെ ഒരു തയ്യൽ കടയിൽ പോകുന്നുണ്ട്. വീട്ടിലിരുന്ന് അടിച്ചു കൊടുക്കാം. പൈസ ഇപ്പൊ കിട്ടിയിട്ടില്ല. അല്ലടോ എന്തിനപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ പോരെ? അടുത്ത് തരില്ലേ? ഈ എന്തിനാ പേടിക്കണത്? പിന്നെന്താണ്? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവള് കൊടുന്നേരും. അല്ലെങ്കിൽ കുട്ടിന്റെ അടുത്തിട്ട് കൊടുത്തയക്കട്ടെ. ഏത് കടയിലാണ് വർക്ക് ചെയ്യണത്? അവിടെ നമ്മുടെ അങ്ങാടിയിലുള്ള ആ മനോഹരനായിട്ടിന്റെ കടയില്ലേ? മനോഹരന്റെ കടയില. അവിടെ വേറെ 2-3 പെൺകുട്ടികൾ കാണലുണ്ടല്ലോ. ഞാൻ വീട്ടിലിരുന്ന് അടിക്കാം. ഏട്ടനെ വിട്ട് അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ വീട്ടിലിരുന്ന് അടിച്ചിട്ട് കൊണ്ടുകൊടുക്കണം. ഞാൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ 3-4 പെൺകുട്ടികളെ അവിടെ എപ്പോഴും കാണാം. നിങ്ങളെ അവിടെ കാണലും ഇല്ല, നിന്നെ കണ്ടിട്ടില്ല. എനിക്ക് വയ്യാത്തോണ്ട് ഇവിടെ നിൽക്കും മാറി നിൽക്കാനും പറ്റൂല. വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഏട്ടനും മരുന്നിനും അത്യാവശ്യ കാര്യത്തിനൊക്കെ നടക്കും. ഇപ്പൊ മൂപ്പറിന്റെ ഒരു മെഷീൻ ഇവിടെ കൊടുത്തിട്ട് നന്നായിട്ട് പറഞ്ഞപ്പോഴേ അത് ശരി അത് അടിച്ച് കൊണ്ടുകൊടുക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കളക്ട് ചെയ്തോളും. ആയിക്കോട്ടെ. അപ്പൊ എന്താ മരുന്നിനൊക്കെ ചാർജ് വരുന്നത്? 1 മാസം മരുന്ന് അത്രേ ഉള്ളൂ. ഈ ഒരു 3 മാസം മരുന്ന് ഒന്നിച്ചണ്ട് വാങ്ങി വെച്ചാളെ. ഈ പേടിക്കണ്ട, ഇതൊക്കെ മാറിക്കോളും, കേടൊക്കെ മാറിക്കോളും ട്ടാ. 3 മാസത്തെ തൽക്കാലം വേണ്ട. എന്താ